എന്തുകൊണ്ട് ഖമനയെ ഇസ്രായേൽ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാണിച്ചത്. മറ്റ് 2 പേർ അടുത്ത അയത്തുള്ള ആകാൻ മത്സരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മജ്തോബ ഖമനയി എന്ന് പറയുന്ന അയാളുടെ മകനെ ആക്കിയാൽ അവിടെ വലിയ കലാപം ഉണ്ടാകും. കാരണം മജ്തോബ ഖമനയി ഈ ഖൂം സിറ്റിയിലുള്ള ഇവരുടെ മതപാഠ കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഷിയ പണ്ഡിതനല്ല. അങ്ങനെ ഒരാളെ അടുത്ത അയത്തുള്ള ആക്കാൻ കഴിയില്ല. പക്ഷേ ഖമനയി എങ്ങാനും കൊല്ലപ്പെട്ടാൽ രക്തസാക്ഷിയുടെ മകൻ എന്ന പേരിൽ ചിലപ്പോൾ മജ്തോബ കയറി വരും. അതുകൊണ്ട് ഇസ്രായേൽ ഖമനയെ കൊല്ലുന്നില്ല ആദ്യഘട്ടത്തിൽ എന്നാണ് ആ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്ത് പറഞ്ഞത്. പക്ഷേ ഖമനയി അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണം തുടങ്ങിയതിന് ശേഷം ഖമനയി ഒരു വിൽപത്രം പോലെ ഒരു കവറിൽ അടുത്ത അവകാശികളുടെ പേരെഴുതി വെച്ചുവെന്നും അതിൽ മകൻ്റെ പേരൊഴിവാക്കി അവിടെ അടുത്ത അയത്തുള്ള ആകാൻ മത്സരിക്കുന്ന മറ്റ് 2 പേരുടെ പേരും, സാധാരണ എന്താ ചെയ്യുന്നത്, ഒരാളുടെ പേരല്ലേ അടുത്ത അവകാശമായിട്ട് എഴുതുള്ളൂ, അതായത് 2 പേരുടെ പേരെഴുതി വെച്ചിട്ട് കവർ കൊടുത്തിരിക്കുന്നു എന്നാണ് വാർത്ത വന്നത്. അപ്പോൾ ഖമനയിക്ക് പോലും പേടിയുണ്ടായിരുന്നു താൻ കൊല്ലപ്പെടുമെന്ന് ആശങ്കയുള്ളതുകൊണ്ട് അടുത്ത അയത്തുള്ള തീരുമാനിച്ചു. പക്ഷേ അവിടെ ഒരു ട്രിക്ക് പുള്ളി വെച്ചു. ഈ 2 പേര് തമ്മിൽ പേര് വെക്കുമ്പോൾ 2 പേരും തമ്മിൽ തർക്കം ഉണ്ടാവും. ഈ മുഹമ്മദ് നബിക്ക് ശേഷം ആരാണ് അടുത്ത അവകാശി എന്നതിന് പേര് വലിയ തർക്കം ഉണ്ടായിട്ടാണ് ഷിയ സുന്നിയായിട്ട് 2ആയിട്ട് പിരിഞ്ഞത് എന്ന് പറയുന്നത് പോലെ എൻ്റെ മകനെ എൻ്റെ കാലശേഷം ആക്കുന്നില്ലെങ്കിൽ അടുത്ത 2 അടിക്കട്ടെ എന്നൊരു നിലപാട് ഖമനയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 പേരുടെ പേര് എഴുതിയത്. അപ്പോൾ ഇവന്മാർ തമ്മിലടിക്കുമ്പോൾ ബാക്കിയുള്ളവർ കൂടി എന്നാൽ നിങ്ങൾ 2 പേരും ആവണ്ട, മുജ്തബ ആവട്ടെ എന്ന് പറയും. ഇങ്ങനെ ഭയങ്കര ബുദ്ധിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചു ഈ പേടിയില്ലാത്ത മഹാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.